ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് 4ാം ക്ലാസ്സിലെ സംസ്കൃതവുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. 4ാം ക്ലാസ്സിലെ 1ാമത്തെ ഏകകമായ ഉത്സവഹ എന്നുള്ള ഏകകത്തിലെ പാഠഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തു എന്ന് വിചാരിക്കുന്നു. അപ്പം അതിൽ 1ാമത്തെ ഏകകത്തിലെ വന്ദേ കേരള ജനനീം എന്ന പാഠഭാഗം എടുക്കുക. പേജ് നമ്പർ 8 എല്ലാവരും എടുത്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. വന്ദേ കേരള ജനനീം. വന്ദേ കേരള ജനനീം എന്നാണ് പാഠഭാഗത്തിന്റെ പേര്. സാഗര ലാളിത ചരണാം പാവന ജലദതിപൂർണം വികസിത മോഹന നളിനീം നമാമി കേരള ജനനീം. അപ്പോൾ ഒന്നുകൂടി ടീച്ചർ വായിക്കാം, ശ്രദ്ധിച്ചിരിക്കുക. സാഗര ലാളിത ചരണാം പാവന ജലദതി പൂർണാം വികസിത മോഹന നളിനീം നമാമി കേരള ജനനീം. അതായത് വന്ദേ കേരള ജനനീം, കേരള മാതാവിനെ, കേരളമാകുന്ന അമ്മയെ വന്ദിക്കുന്നു എന്നാണ് പാഠത്തിന്റെ പേരിന്റെ അർത്ഥം. അതില് 1ാമത്തെ വരി നോക്കുക. സാഗര ലാളിത ചരണാം. സാഗരം എന്ന് പറഞ്ഞാല് സമുദ്രം, ലാളിതം വണങ്ങുക അല്ലെങ്കിൽ ലാളിക്കപ്പെടുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ലാളിതം. അർത്ഥം ടീച്ചറൂടെ കൊടുക്കുന്നുണ്ട്, അപ്പൊ അത് നിങ്ങൾ നന്നായി നോക്കിയിട്ട് പഠിക്കുക. ചരണം, ചരണം എന്ന് പറഞ്ഞാല് കാൽപാദം, കാൽപാദത്തിനെയാണ് ചരണം എന്ന് പറയാ. പാവനം, പാവനം വളരെ നിർമ്മലമായ, പാവനമായ എന്നുള്ള അർത്ഥം. ജലദതി, ജലദതി പൂർണം. ജലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വെള്ളമാണ്. അതിപൂർണം നിറഞ്ഞവള്, നന്നായിട്ട് നിറഞ്ഞവള്. അപ്പൊ അവിടെ പാവന ജലദതി പൂർണം വികസിത മോഹന നളിനീം. വികസിതം, വികസിതം എന്ന് പറഞ്ഞാല് വിടർന്ന, വിടർന്ന. മോഹന, മോഹന എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരമായ, അതിസുന്ദരമായ. നളിനീം, നളിനി എന്ന് പറഞ്ഞാല് താമര, താമരനെയാണ് നളിനി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വാക്കുകളുടെ അർത്ഥം ടീച്ചറോട് കൊടുക്കുന്നുണ്ട്. അർത്ഥം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമാമി, നമാമി എന്ന് പറഞ്ഞാല് നമിക്കുന്നു കേരള ജനനീം, കേരള മാതാവിനെ. ഇനി നമുക്ക് അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. സാഗര ലാളിത ചരണം. സാഗര ലാളിത ചരണം, സമുദ്രങ്ങളാൽ ലാളിക്കപ്പെടുന്ന പാദമുള്ളവള് എന്ന് വെച്ചാല് കേരളത്തിന്റെ മാപ്പ്, നമ്മൾ മാപ്പൊക്കെ എടുത്തു നോക്കിയാല് കേരളം ശരിക്കും കേരളത്തിന്റെ ആ മാപ്പില് ഇങ്ങനെ കാണാം നമുക്ക്. ശരിക്ക് സാഗരത്തിലേക്കാണ് അതിന്റെ അറ്റം അല്ലെ, പാദം. കേരളത്തിന്റെ ആ കാൽഭാഗം വരുന്നത് ശരിക്ക് സാഗരങ്ങളുടെ അടിയിലേക്കാണ്. അതുകൊണ്ടാണ് ഇവിടെ സാഗര ലാളിത ചരണം എന്ന് പറയുന്നത്. സാഗരങ്ങളാൽ വണങ്ങുന്ന പാദത്തോടു കൂടി പാവന ജലദതി പൂർണം, പാവനമായ ജലത്താൽ നിറഞ്ഞവളും. അതായത് വെള്ളത്തിലേക്കാണല്ലോ കേരളത്തിന്റെ ആ സമുദ്രങ്ങളുടെ ഇതിലേക്കാണല്ലോ അതിന്റെ പാദം ഉഞ്ഞി നിൽക്കുന്നത്, പാദം വരുന്നത്, പാദഭാഗം വരുന്നത്. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് പാവന ജലദതി പൂർണം, പാവനമായ ജലം കൊണ്ട് നിറഞ്ഞവളും. വികസിത മോഹന നളിനിയും. വികസിത, വിടർന്ന സുന്ദരമായ താമരയെ പോലെയുള്ള കേരള ജനനീം, കേരള മാതാവിനെ നമാമി, നമിക്കുന്നു, നമിക്കുന്നു. നമാമി എന്നാണ് പറയുന്നത് അവിടെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഹം, അഹം എന്ന് വന്നാൽ മാത്രമേ നമ്മൾ അവിടെ നമാമി, പഠാമി എന്നൊക്കെ ചേർക്കുമ്പോ, മീ ചേർത്ത് പറയുമ്പോ അതിന്റെ സബ്ജക്റ്റ് ഏതായിരിക്കും? അഹമായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ അങ്ങനെയുള്ള കേരള മാതാവിനെ ഞാൻ നമിക്കുന്നു. എങ്ങനെയുള്ള? സാഗര ലാളിതമായ പാദങ്ങളോടുകൂടിയതും നിർമ്മലമായി ജലം നിറഞ്ഞവളും വികസിതമായ സുന്ദരമായ താമരയെ പോലെയുള്ള ഈ കേരള ജനനിയെ ഞാൻ നമിക്കുന്നു. ഇതാണ് 1ാമത്തെ ഭാഗത്തെ 4 വരിയുടെ അർത്ഥം. ഇനി അടുത്ത പേജ് നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത പേജ് നോക്കാം. സസ്യ ശ്യാമള വസനാം മലയജ ശീതള പവനാം ബുധജന പൂജിത ധരണീം നമാമി
മാമക ജനനീം എന്നാണ്. സസ്യ ശ്യാമള വസനം, സസ്യങ്ങളെ കൊണ്ട്, സസ്യം എന്ന് പറഞ്ഞാൽ സസ്യങ്ങളെ കൊണ്ട് ശ്യാമള വസനം, മനോഹരിയായ സസ്യങ്ങളെ കൊണ്ട് നിറഞ്ഞ് മനോഹരിയായവളും, മലയജ ശീതള പവനാം, മലയജ ശീതള പവനാം, ബുധജന പൂജിത ധരണീം നമാമി മാമക ജനനി. മലയജം എന്ന് പറഞ്ഞാല് ചന്ദനാണ്. ശീതളം എന്ന് പറഞ്ഞ ചന്ദനത്തിന് എന്താണുള്ളത്? തണുപ്പാണുള്ളത്, ശീതളം. പവനം എന്ന് പറഞ്ഞാല് കാറ്റാണ്. അപ്പൊ അവിടെ മലയജ ശീതള പവനാം, ചന്ദനത്തിന്റെ തണുത്ത കാറ്റോട് കൂടിയവളും, ബുധജന പൂജിത ധരണീം. ബുധജന എന്ന് പറഞ്ഞാല് പണ്ഡിതരായിട്ടുള്ള ജനങ്ങളെയാണ് അവിടെ ബുധജനം എന്ന് പറയുന്നത്. പൂജിക്കപ്പെടുന്ന ധരണി ഭൂമിയെ, അപ്പോ പണ്ഡിതന്മാരായ ജനങ്ങളാൽ പൂജിക്കപ്പെടുന്നതുമായ ഭൂമിയെ, നമാമി മാമക ജനനീം, നമ്മുടെ മാതാവായ ആ കേരള മാതാവിനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഇവിടെ അർത്ഥം. അപ്പോ സസ്യങ്ങളെ കൊണ്ട് മനോഹരിയായി നിറഞ്ഞവളും, മലയജ ശീതള പവനാം, ചന്ദനത്തിന്റെ തണുപ്പ് പോലെ കാറ്റുള്ളവളും, ബുധജന പൂജിത ധരണി, പണ്ഡിതന്മാരായ ജനങ്ങളെ കൊണ്ട് പൂജിക്കപ്പെടുന്ന ഭൂമിയുമായ നമ്മുടെ കേരളത്തെ ഞാൻ നമിക്കുന്നു എന്നാണ് രണ്ടാമത്തെ പേജിലെ പദ്യഭാഗത്തിന്റെ അർത്ഥം. അപ്പൊ അർത്ഥം ഇവിടെ ടീച്ചർ കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് എഴുതിയെടുത്ത് നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഈ 2 ഭാഗവും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പദ്യഭാഗം 2 പേജിലെയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലേക്ക് പോകാം. പഠന പ്രവർത്തനാനി ആദ്യത്തെ നോക്കാം. റിക്തം കവിതാഭാഗം പാഠഭാഗാത് ചിത്വ ആലപതു. അവിടെ പദ്യഭാഗത്തിൽ നിന്ന് തന്നിട്ടുള്ള പൂരിപ്പിക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പദ്യഭാഗത്തുനിന്ന് തന്നെയാണ്, നിങ്ങളുടെ പദ്യഭാഗത്തുനിന്ന് തന്നെയാണ് അവിടെ തന്നിരിക്കുന്ന 4 സെന്റൻസുകളും തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് അവിടെ നോക്കാം. നമുക്ക് ആദ്യത്തത് ഡേഷ് ചരണം എന്നുള്ളതാണ്. അത് നോക്കാം. ഏതാണ്? സാഗര ലാളിത ചരണം. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് തെറ്റാണ്ട് എഴുതാ. ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അതും നോക്കി ക്ലിയർ ആയിട്ട് എഴുതാ. അപ്പൊ സാഗര ലാളിത ചരണം. ഡേഷ് നളിനീം. ഏതാണ്? വികസിത മോഹന നളിനീം. അപ്പൊ അവിടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് 3ാമത്തെ വരിയിലുണ്ട് അത്, വികസിത മോഹന നളിനീം. അപ്പൊ അത് തെറ്റാണ്ട് അവിടെ എഴുതുക. ഇനി അടുത്തത് നോക്കാം. ഡേഷ് കേരള ജനനീം. എന്താണ്? നമാമി കേരള ജനനീം. ഇനി 4ാമത്തത് ഡേഷ് പവനാം. അതില് 2ാമത്തെ വരി, 2ാമത്തെ സെറ്റിലെ, അതായത് പേജ് നമ്പർ 9 2ാമത്തെ വരിയിലാണ് അതുള്ളത്. മലയജ ശീതള പവനാം. അപ്പൊ അത് തെറ്റാതെ അവിടെ പൂരിപ്പിക്കുക കേട്ടോ. ഇനി അടുത്തത് ആ പേജിൽ തന്നെ നമുക്ക് ഇനിയുള്ള പഠന പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ പ്രശ്നാനി ഉത്തരയത എന്നാണ്. ക്വസ്റ്റ്യൻ ആൻസറുകളാണ് അവിടെ തന്നിരിക്കുന്നത്. അത് നമ്മൾ എഴുതണം, കൃത്യമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കണം. അപ്പൊ നമുക്ക് 1ാമത്തെ നോക്കാം. ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്, അത് തെറ്റാതെ എഴുതിയെടുക്കുക കേട്ടോ. ഉത്തരങ്ങളൊക്കെ തെറ്റാതെ എഴുതിയെടുക്കുക. അപ്പൊ 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തവനാമ കിം. തവനാമ, നിങ്ങളുടെ പേര് എന്താണ്? തവനാമ കിം. എങ്ങനെ ഉത്തരം പറയും? നിങ്ങളുടെ പേര് എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയാ? എന്റെ പേര്, അല്ലെ? എന്റെ പേര് എന്ന് പറഞ്ഞിട്ട് പേര് പറയും. അപ്പൊ അവിടെ തവ നാമ കിം എന്ന് ചോദിച്ചാൽ മമ നാമ. ടീച്ചർ എക്സാമ്പിൾ ആയിട്ട് ഒരു പേര് പറയണു, രാമഹ. അപ്പൊ മമ നാമ രാമഹ, എന്റെ പേര് രാമൻ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ എപ്പോഴും തവ നാമ കിം എന്ന് ചോദിച്ചാല് മമ നാമ രാമഹ. ത്വം കുത്ര വസസി. നീ എവിടെയാണ് താമസിക്കുന്നത്? ത്വം കുത്ര വസസി, നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പൊ എങ്ങനെ ഉത്തരം പറയാ? നീ എവിടെ താമസിക്കുന്ന ചോദിച്ചാ ഞാൻ എവിടെ താമസിക്കുന്നുള്ള സ്ഥലം പറയും, അല്ലെ? അപ്പൊ അവിടെ ഞാൻ എന്ന് പറയണം, വേണ്ടേ? അപ്പൊ അഹം തൃശൂർ വസാമി. അഹം
തൃശ്ശൂർ വസാമി. നിങ്ങളുടെ സ്ഥലം ഏതാണെങ്കിൽ ആ സ്ഥലം അവിടെ വെക്കുക. എന്നിട്ട് അവസാനത്തില് വസാമി എന്ന് വെക്കുക കേട്ടോ. അപ്പൊ അഹം വന്നു കഴിഞ്ഞാൽ ചേർക്കുന്ന ക്രിയാധാതുവിന്റെ കൂടെ എന്ത് ചേർക്കണം? ക്രിയാപദങ്ങളുടെ കൂടെ മീ എന്ന് ചേർക്കണം. അപ്പൊ അവിടെ ത്വം കുത്ര വസാമി, അഹം തൃശ്ശൂർ വസാമി. ഇനി അടുത്ത പേജ് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, തവ മാതുഹു നാമ കിം? നിങ്ങളുടെ അമ്മയുടെ പേരെന്താണ്? തവ മാതുഹു നാമ കിം. അപ്പോ അവരവരുടെ അമ്മമാരുടെ പേരാണ് വെക്കേണ്ടത്. അപ്പൊ എങ്ങനെ വെക്ക? എന്റെ അമ്മയുടെ പേരെന്ന് വെക്കണം അല്ലെ? അപ്പൊ അവിടെ മമ മാതുഹു നാമ. മമ മാതുഹു നാമ എന്താണ് അമ്മയുടെ പേരെന്ന് വെച്ചാൽ അതാണ് അവിടെ ചേർക്കേണ്ടത്. അപ്പൊ ടീച്ചറോട് എക്സാമ്പിൾ ആയിട്ട് പറയുന്നു, മമ മാതുഹു നാമ സീത. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. തവ പിതുഹു നാമ കിം? നിങ്ങളുടെ അച്ഛന്റെ പേരെന്താണ്? തവ പിതുഹു നാമ കിം. എന്താണ് ഉത്തരം പറയേണ്ടത്? മമ മാതുഹു മമ പിതുഹു നാമ. മമ പിതുഹു നാമ അച്ഛന്റെ പേര്. അച്ഛന്റെ പേര് എന്താണെന്ന് വെച്ചാല് ആ പേര് അവിടെ പറയണം, കൃത്യമായിട്ട് പറയണം. അപ്പൊ അവിടെ മമ പിതുഹു നാമ രാജൻ. അപ്പൊ അവിടെ എന്റെ അച്ഛന്റെ പേര് രാജൻ എന്നാകുന്നു അല്ലെ? അപ്പൊ അവരവരുടെ അച്ഛന്റെ പേരാണ് അവിടെ ചേർത്ത് പറയേണ്ടത് കേട്ടോ. ഇനി തവ രാജസ്യ നാമ കിം? നിങ്ങളുടെ രാജ്യത്തിന്റെ പേരെന്താണ്? മമ രാജസ്യ നാമ ഭാരതം. അപ്പോ മമ രാജസ്യ നാമ ഭാരതം. അപ്പൊ അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക കേട്ടോ. ഇനി അടുത്തതാണ്, അവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ചിത്രാണി നിരീക്ഷ്യ വാക്യാനി പൂരയതു. ചിത്രാണി നിരീക്ഷ്യ, ചിത്രങ്ങൾ നിരീക്ഷിച്ചിട്ട് വാക്യങ്ങൾ പൂരയതു. വാക്യാനി പൂരയതു, വാക്യം പൂരിപ്പിക്കാനാണ് അവിടെ പറയുന്നത്. അപ്പൊ നോക്കാം എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ പുലിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, മാങ്ങ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ താമര കൊടുത്തിട്ടുണ്ട്, മയിലിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതില് എന്താണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകൾ എന്ത് നോക്കാം. അവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഭാരതസ്യ ദേശീയ ഫലം. അവിടെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്. രണ്ടാമത്തത്, ഭാരതസ്യ ദേശീയ പക്ഷി, ഭാരതസ്യ ദേശീയ പശു, ഭാരതസ്യ ദേശീയ പുഷ്പം. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ താഴെ വാക്കുകളും കൊടുത്തിട്ടുണ്ട്. വാക്കുകൾ നോക്കൂ. ആദ്യത്തെ വാക്ക് കമലം എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തത് വ്യാക്രഹ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തത് മയൂരഹ എന്നാണ് കൊടുത്തിരിക്കുന്നത്. നാലാമത്തത് ആമ്രം എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ടീച്ചർ അതിന്റെ അർത്ഥങ്ങൾ പറഞ്ഞുതരാം. കമലം എന്ന് ആദ്യം കൊടുത്തിരിക്കുന്ന വാക്ക് കമലം എന്നാണ്. കമലം എന്ന് പറഞ്ഞാല് താമരയാണ്. രണ്ടാമത്തത് വ്യാക്രഹ, വ്യാക്രഹ എന്ന് പറഞ്ഞാല് പുലിയാണ് കേട്ടോ. അപ്പൊ പുലി എന്ന വാക്കും അവിടെ കൊടുത്തിട്ടുണ്ട്, ചിത്രവും അവിടെ ഉണ്ട് അല്ലെ? ഇനി മയൂരഹ, മയൂരഹ മയിലിന്റെ ചിത്രവും അവിടെ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ നോക്കൂ, ആമ്രം മാങ്ങ അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഇനി അവിടെ കൊടുത്തിരിക്കുന്നത് പൂരിപ്പിക്കാം കേട്ടോ. അപ്പൊ ഭാരതസ്യ ദേശീയ ഫലം ആമ്രം. അപ്പൊ അവിടെ എഴുതി ചേർക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ വാക്കാണ് അവിടെ ആദ്യത്തെ വാക്കായിട്ട് അവിടെ എഴുതേണ്ടത്. ഇനി ഭാരതസ്യ ദേശീയ പക്ഷി, ഭാരതത്തിന്റെ ദേശീയ പക്ഷി ആരാണ്? മയൂരഹ, മയിലാണ്. അപ്പൊ അവിടെ മയൂരഹ എന്നുള്ളത് മൂന്നാമത്തെ വാക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യത്തിൽ പൂരിപ്പിക്കേണ്ടത്. ഇനി മൂന്നാമത്തത്, ഭാരതസ്യ ദേശീയ പശുഹു, ഭാരതസ്യ ദേശീയ പശു, ഭാരതത്തിന്റെ ദേശീയ മൃഗം ഏതാണ്? വ്യാക്രഹ, വ്യാഘ്രനാണ് അല്ലെ? പുലിയാണ്. അപ്പൊ ഭാരതസ്യ ദേശീയ പശു വ്യാക്രഹ. വ്യാക്രഹ എന്ന് അവിടെ രണ്ടാമത്തെ വാക്കായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കി അവിടെ എഴുതുക. ടീച്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇത് നോക്കി എഴുതാം. ഭാരതസ്യ ദേശീയ പുഷ്പം, അടുത്തത് ഭാരതത്തിന്റെ ദേശീയ പുഷ്പം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ കമലം എന്നാണ് കൊടുക്കേണ്ടത്. ആദ്യത്തെ വാക്ക് തന്നെയാണ് കമലം എന്ന് കൊടുത്തിരിക്കുന്നത്. അത് അവിടെ പൂരിപ്പിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ പാഠഭാഗത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ. അപ്പോ ഈ പദ്യഭാഗം നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അതിൽ വരുന്നതായിട്ടുള്ള പ്രശ്നോത്തരാണി, ചോദ്യോത്തരങ്ങള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കും. അപ്പൊ അത് നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക. അടുത്തത്
പൂരിപ്പിക്കുക എന്നുള്ളതാണ്. അതും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. അതും നന്നായി പഠിക്കുക. അപ്പൊ ഈ ഒന്നാമത്തെ പാഠഭാഗം നന്നായി പഠിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ വീഡിയോ ആണ്, ഇനി രണ്ടാമത്തെ പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പൊ ഇനി രണ്ടാമത്തെ പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.